अस्सलामु अलैकुम रहमतुल्लाह। अशहदु अन ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين आजकल मेरी दुनिया के मुख्तलिफ ममालिक से ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് കത്തുകളും ഫാക്സുകളും വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ജൽസ സാലാന ബ്രിട്ടന്റെ വിജയപ്രദമായ സംഘാടനത്തിൽ ആശംസകളും ഉണ്ട്. ഞങ്ങൾ MTA മുഖേന നേരിട്ട് ജൽസ കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്ന പ്രകടനവും ഉണ്ട്. യഥാർത്ഥത്തിലുള്ള പ്രയോജനവും അനുഗ്രഹവും നാം എന്തെല്ലാമാണോ കാണുകയും കേൾക്കുകയും ചെയ്തത് അതിനെ തങ്ങളുടെ ജീവിതം മനോഹരമാക്കി തീർക്കുന്നതിനു വേണ്ടിയുള്ള മാർഗമാക്കുമ്പോഴായിരിക്കും ലഭിക്കുക. ഇവിടെ ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ സംസാരവും ഉണ്ടായില്ല, ഭൗതിക കാര്യങ്ങളും ആയിരുന്നില്ല. എന്നല്ല, ഭൗതികരായ അനഹ്മദികളും അമുസ്ലിങ്ങളുമായ വിഭാഗം നമ്മുടെ ജൽസകളിൽ അതിഥികളായി വരുമ്പോൾ അവരിൽ ചില പ്രത്യേക അതിഥികൾക്ക് 1-2 മിനിറ്റ് സംസാരിക്കാൻ അവസരം നൽകുന്നു. അവരിലും ഏകദേശം എല്ലാവരും ഈ ദീനീ അന്തരീക്ഷത്താൽ സ്വാധീനിക്കപ്പെട്ട് അധിക പേരും ജമാഅത്തിന്റെ അധ്യാപനത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാറുള്ളത്. അത് ഉന്നത സ്വഭാവത്തിന്റെ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഏതായിരുന്നാലും ഈ ജൽസയുടെ പ്രയോജനം നാം നമ്മുടെ അവസ്ഥകളെ നമ്മുടെ അധ്യാപനങ്ങൾക്ക് അനുസൃതമാക്കി തീർക്കുമ്പോഴായിരിക്കും ലഭിക്കുക. കേട്ട കാര്യങ്ങൾ തങ്ങളിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഈ അതിഥികൾക്ക് മുമ്പിൽ നാം അവതരിപ്പിച്ചത്, നാം കേട്ടത്, അതിനെ പൊതുവിൽ നമ്മുടെ അതിഥികൾ പ്രശംസിക്കുകയും ചെയ്യുന്നു. അത് കേവലം പ്രത്യക്ഷത്തിലുള്ള ഒരു തിളക്കം മാത്രമായിരിക്കും, നമ്മുടെ ആന്തരിക അവസ്ഥയുടെ പ്രകടനമായിരിക്കുകയില്ല. ഒരു വിശ്വാസി ആന്തരികവും ബാഹ്യവുമായി ഒരുപോലെയായിരിക്കണം. ഇന്നത്തെ ലോകത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വളരെ അധികമായിട്ടുണ്ട്. ഇപ്പോൾ ലോകം MTA മുഖേന നമ്മുടെ ജൽസയിൽ പങ്കുചേരുന്നു. അഹമ്മദി ലോകവും മറ്റു ചിലരും കേൾക്കുന്നു.
പ്രത്യേകിച്ച് ബ്രിട്ടനിലെ ജലസയെ വളരെ സൂക്ഷ്മദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നാം ലക്ഷക്കണക്കിന് പൗണ്ടാണ് MTA-ക്കു വേണ്ടി, MTA-യുടെ സന്ദേശം എത്തുന്നതിനു വേണ്ടി ചിലവഴിക്കുന്നത്. അതിന്റെ ഒരു വലിയ ഉദ്ദേശം ജമാഅത്തിലെ എല്ലാ വ്യക്തികളും അവരുടെ ജീവിത ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായിത്തീരുന്നതിനും അതിനായി ഒരൊറ്റ സമയത്ത് അവരിലേക്ക് സന്ദേശം എത്തുന്നതിനും വേണ്ടി മാത്രമാണ്. ജൽസയുടെ വിജയകരമായ സംഘാടനത്തിലുള്ള നമ്മുടെ സന്തോഷവും ആശംസാ പ്രകടനവും കേവലം ആശംസാ പ്രകടനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. മറിച്ച് ഇവിടെ പങ്കെടുത്തവരും ലോകത്ത് MTA മുഖേന കേട്ടവരും അവർ കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യം അയവിറക്കിക്കൊണ്ടിരിക്കുക, തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക. അവൻ ഈ ഭൗതികതയുടെ കാലഘട്ടത്തിൽ നമ്മുടെ പരിഷ്കരണത്തിനു വേണ്ടി നമ്മുടെ വൈജ്ഞാനികവും കർമ്മപരവും വിശ്വാസപരവുമായ പുരോഗതിക്കു വേണ്ടി ഒരു ഭൗതിക കണ്ടുപിടുത്തത്തെ നമുക്ക് മാർഗമാക്കി നൽകിയിരിക്കുന്നു. ടെലിവിഷൻ, ഇന്റർനെറ്റ്, പത്രങ്ങൾ, മറ്റു പ്രസിദ്ധീകരണ മാർഗങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഈമാനിൽ വർധനവുണ്ടാകുന്നു. ഇന്നേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഈ സന്തോഷവാർത്ത നൽകിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും. അത് ദീനിന്റെ പ്രചാരണത്തിനായി സഹായിയായിരിക്കും. ഓരോ ദിവസവും നാം ഈ പ്രവചനം ഏറ്റവും ഉന്നതമായ നിലയിൽ പൂർത്തിയാകുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. പത്രത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എപ്രകാരമാണ് അള്ളാഹു സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇതിനായി അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് ഈ കാര്യം നന്ദി പ്രകടിപ്പിക്കുന്നതിൽ എപ്പോഴും തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകേണ്ടതാണ്. ഈ നന്ദി പ്രകടനം നമ്മെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് കൂടുതൽ അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കും. അള്ളാഹു പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, അഥവാ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായി നൽകുന്നതാണ്, കൂടുതലായി വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഈ നന്ദി പ്രകടനത്തിന്റെ വിഷയം നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിനുള്ള മാർഗം കാണിച്ചു തരുന്നതോടൊപ്പം ദാസരോടുള്ള നന്ദി പ്രകടനത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ മനുഷ്യനോട് നന്ദി കാണിക്കാത്തത് അയാൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. അള്ളാഹു ഈ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് വളണ്ടിയർമാരുണ്ടായിരുന്നു. അവർക്ക് ജൽസയുടെ സംവിധാനത്തിന് ഏറ്റവും ഉത്തമമായ രൂപം നൽകാൻ പരിശ്രമിക്കുന്നതിന് അള്ളാഹു തൗഫീക്ക് നൽകി. ട്രാൻസ്പോർട്ടുണ്ട്, താമസ സൗകര്യമുണ്ട്, ഭക്ഷണം പാകം ചെയ്യൽ, ജൽസാഗാഹ്, വിവിധ പരിപാടികൾ, ശുചിത്വം, ചൂടിൽ വെള്ളം കുടിപ്പിക്കാനുള്ള സംവിധാനം, ശബ്ദം എത്തിക്കുന്നതിനുള്ള സംവിധാനം. ലോകത്തിൽ ശബ്ദവും ഇവിടുത്തെ ദൃശ്യവും എത്തിക്കുന്നതിനുള്ള സംവിധാനം MTA ചെയ്തത്. ചുരുക്കത്തിൽ ഇതിൽ ഒരുപാട് വകുപ്പുകൾ ഉണ്ട്. പേരെടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് വകുപ്പുകൾ ഉണ്ടാകും. അതിൽ പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും വൃദ്ധരും ആൺകുട്ടികളും പെൺകുട്ടികളും സേവനം ചെയ്തു. ജൽസയുടെ മുഴുവൻ സംവിധാനവും തങ്ങളുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഉന്നതമായ നിലയിൽ ആക്കി തീർക്കുന്നതിനു വേണ്ടി പരിപൂർണമായും പരിശ്രമിച്ചു.
എല്ലാ വോളണ്ടിയർമാരും വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാർ, അവരിൽ ചിലർ കമ്പനിയുടെ ഡയറക്ടർമാരാണ്, ചിലർ ഡോക്ടർമാരാണ്, ചിലർ എഞ്ചിനീയർമാരാണ്, ചിലർ സയന്റിസ്റ്റാണ്, കച്ചവടക്കാരാണ്, തങ്ങളുടേതായ ജോലി ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്. എന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ച് ജോലി ചെയ്യുന്നു. ഒരാൾ എന്താണ് എന്ന് നോക്കാതെ ലങ്കർഖാനയിൽ തീയിനു മുമ്പിൽ നിൽക്കുന്നു. അവിടെ 100-200 ചെമ്പുകൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ചൂടും വളരെയധികം കൂടുതലാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇവർ ചെമ്പുകളിൽ തവ കൊണ്ട് ഇളക്കുകയും ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വൃദ്ധരും യുവാക്കളും എല്ലാവരും ഏറ്റവും ഉത്തമമായ ഭക്ഷണം അതിഥികൾക്ക് തയ്യാറാക്കി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ചൂടുണ്ടോ ഇല്ലേ എന്ന കാര്യമൊന്നും വിലവെക്കുന്നില്ല. ഏതുവരെ എന്നാൽ 14, 15, 16 വയസ്സുവരെയുള്ള കുട്ടികൾ പോലും ഭക്ഷണം പാകം ചെയ്യുന്നതിലും റൊട്ടി പ്ലാന്റിലും വളരെ സന്തോഷത്തോടുകൂടി ഡ്യൂട്ടി ചെയ്യുന്നു. പിന്നീട് വെള്ളം നൽകുന്നതിനായി വോളണ്ടിയർമാരുടെ ഒരു ഗ്രൂപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുടെയും ഒരു ഗ്രൂപ്പ് നിസ്വാർത്ഥരായിക്കൊണ്ട് ഒരു കാര്യവും ഗൗനിക്കാതെ അതിഥികൾക്കായി അവരുടെ ബാത്റൂമുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടങ്ങളിലായി ചപ്പുചവറുകൾ വീണുകിടക്കുന്നത് എടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. ചിലർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു. കുറച്ചു പുരുഷന്മാരും സ്ത്രീകളും വീൽചെയറിൽ വികലാംഗരെ കൊണ്ടുവരുന്ന ജോലി ചെയ്യുന്നു. തീക്ഷ്ണമായ ചൂടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അതിഥികൾക്ക് വലിയ ആവേശത്തോടുകൂടി വെള്ളം കുടിപ്പിക്കുന്നു. ആളുകൾ ഇതിനെ വളരെയധികം എടുത്തു പറയുന്നു. കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് സെക്യൂരിറ്റിയുടെ വ്യവസ്ഥിതിയുണ്ട്. അതും വളരെ വിശാലമായ വ്യവസ്ഥിതിയാണ്, വളരെ സുപ്രധാനമായ ഒരു വ്യവസ്ഥിതിയാണ്. ചുരുക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൂടാതെയും ഒരുപാട് വകുപ്പുകളുണ്ട്. അതിൽ എല്ലാ പ്രവർത്തകരും അവർക്ക് ഈ ജോലി അറിയുമോ ഇല്ലയോ എന്ന കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ തങ്ങളുടെ മുഴുവൻ കഴിവുകളും ആവേശവും കൊണ്ട് പ്രവർത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് വൈൻഡപ്പിന്റെ ജോലിയുണ്ട്. ജൽസക്ക് ശേഷം മഴ തുടങ്ങി. വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്. മഴ കാരണം കുറച്ച് സാധനങ്ങൾ, ബെഡിംഗ് മുതലായവ നനയുകയും നഷ്ടമുണ്ടാകുകയും ചെയ്തു. കിടക്കകൾ ഇനി ഉണക്കുന്നതിന്റെ ജോലിയും വിശാലമായ നിലയിൽ ഉണ്ടായിരിക്കും. ഏതായിരുന്നാലും ഈ ജോലി ഖുദ്ദാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഖാദിമീങ്ങൾ ജൽസക്ക് മുമ്പും എല്ലാ വ്യവസ്ഥിതിയും പൂർത്തിയാക്കുന്നതിനായി വന്നിരുന്നു. ഇപ്പോൾ അത് ഒതുക്കി തീർക്കുന്നതിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ടീമുകളായി. വൈൻഡപ്പിന്റെ ജോലിയും വളരെ വലിയൊരു ജോലിയാണ്. കാരണം കൌൺസിൽ ഒരു നിശ്ചിത ദിവസമായിരിക്കും നൽകിയിരിക്കുക. ഇതെല്ലാം തീർക്കണം. അഥവാ ഈ ജോലി നിശ്ചിത സമയത്ത് തീർത്തില്ല എങ്കിൽ, ഒതുക്കിയില്ല എങ്കിൽ അടുത്ത വർഷം ജൽസ നടത്തുന്നതിനുള്ള അനുവാദത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ചുരുക്കത്തിൽ എല്ലാ ജോലികളും വളരെ സുപ്രധാനമായ ജോലികളാണ്. ഈ വർഷം കാനഡയിലെ ഖാദിമീങ്ങളുടെ ഒരു ടീം തങ്ങളെ ജോലിക്കായി സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ജൽസയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവരെ വൈൻഡപ്പിന്റെ ടീമിൽ ഉൾപ്പെടുത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരും വളരെയധികം സഹായിച്ചു. UK കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ ഇത്ര വിശാലമായ നിലയിൽ സംവിധാനം ചെയ്യേണ്ടതായി വരാറില്ല. അതുകൊണ്ട് കാനഡയിൽ നിന്ന് വന്നവർക്ക് ഇത് പുതിയൊരു അനുഭവമായിരുന്നു. എന്നിരുന്നാലും വളരെ ആവേശത്തോടും അധ്വാനത്തോടും കൂടി അവർ പ്രവർത്തിച്ചു. UK-യിലെ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ ടീമിനോടുകൂടെ നാം കാനഡയിലെ ഈ ഗ്രൂപ്പിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അവരും നമ്മെ സഹായിച്ചു. ഏതായിരുന്നാലും ഇവരെല്ലാവരും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മളെല്ലാവരും ഇവരോട് നന്ദിയുള്ളവരാണ്. ഇവർ നന്ദി രേഖപ്പെടുത്താൻ അർഹരുമാണ്. അള്ളാഹു ഇവരെല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഞാൻ സഹകരിച്ച
എല്ലാ അതിഥികൾക്കും നന്ദി പറയാനും ആഗ്രഹിക്കുന്നു. ഏതാനും ചിലരിൽ നിന്നല്ലാതെ പൊതുവിൽ പരാതിയൊന്നും തന്നെ വന്നിട്ടില്ല. ഏതാനും ചില പരാതികൾ വരുന്നു. ഇപ്പോൾ ഞാൻ ഈ നന്ദി പ്രകടനത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിഥികളുടെ അഭിപ്രായങ്ങൾ വിവരിക്കാം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന അതിഥികളുടെ അതിൽ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, ചില രാജ്യങ്ങളിലെ മന്ത്രിമാരുണ്ടായിരുന്നു, വലിയ ഭാരവാഹികളുണ്ടായിരുന്നു. ഇവരുടെ വാക്കുകൾ മനുഷ്യൻ കേൾക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദിയിൽ കൂടുതൽ മുങ്ങുന്നു. ഇത്രയും വലിയ സംവിധാനത്തിൽ ചില ബലഹീനതകളും ഉണ്ടാകും. ഇതേതായാലും ഒരു പ്രകൃതിദത്തമായ കാര്യമാണ്. എന്നാൽ അള്ളാഹു ഈ വിധം നമ്മുടെ കുറവുകളെ മറക്കുന്നു. അതിഥികൾക്ക് നല്ലത് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ബലഹീനതകൾ മറക്കു പിന്നിൽ പോകുന്നു. യുഗാണ്ടയിൽ നിന്ന് മിസ്റ്റർ വിൽസൺ മൊറോലി സാഹിബ്, അദ്ദേഹം മിനിസ്റ്റർ ഓഫ് ജനറൽ ആണ്, ജൽസയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, ഞാൻ അതിഥി സൽക്കാരം, സെക്യൂരിറ്റി, അച്ചടക്കം എന്നിവയുടെ സംവിധാനം കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. എപ്രകാരമാണ് ജനങ്ങൾ സന്നദ്ധ സേവകരായിക്കൊണ്ട് ഇത്രയധികം ത്യാഗം ചെയ്യുന്നത്. പിന്നീട് പറയുന്നു, എന്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ അത്തരം ഒരു ജൽസയിൽ പങ്കെടുക്കാനായി പോവുകയാണ്. അവിടെ മനുഷ്യരല്ല, മറിച്ച് മലക്കുകളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാത്രിയിലോ പകലോ ജനങ്ങൾ ഉറങ്ങുന്നതായി കണ്ടില്ല. എല്ലായ്പ്പോഴും സേവനത്തിനായി തയ്യാറായി നിൽക്കുകയാണ്. തളരുന്നില്ല, മുഷിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. 20 പ്രാവശ്യം ഒരു സാധനം ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് നൽകുന്നു. തുടർന്ന് പറയുന്നു, ഇവിടെ അദ്ദേഹം റിവ്യൂ ഓഫ് റിലീജിയന്റെയും അക്സനെ തസാവീറിന്റെയും എക്സിബിഷനും കണ്ടു. ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ സ്റ്റാളിലും പോയി. പറയുന്നു, ഏതൊരു രീതിയിലാണോ അഹമ്മദിയ ജമാഅത്ത് പ്രവർത്തിക്കുന്നത്, അതിൽ നിന്ന് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് ജമാഅത്ത് ലോകത്ത് അതിജയിക്കും എന്നാണ് തോന്നുന്നത്, ഇൻഷാ അല്ലാഹ്. പിന്നീട് പറയുന്നു, ലോകസമാധാനത്തിനായി വളരെയധികം പാഠം ഉൾക്കൊള്ളുന്ന പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഉപദേശവും നിർദ്ദേശവും ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നു. അഥവാ ജനങ്ങൾ ഈ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകം സമാധാനത്തിന്റെ പൂന്തോട്ടമായി തീരും. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ജൽസ സാലാനയെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഇതാണ്: അഹമ്മദിയ ജമാഅത്ത് മനുഷ്യത്വത്തിനായി സമാധാനം, സ്നേഹം, സാഹോദര്യം എന്നിവയ്ക്കുള്ള ഒരു മഹത്തായ മാതൃകയാണ്. ഫ്രഞ്ച് ഗിയാനയിൽ നിന്ന് ഒരു അതിഥി ജാക്ക് ബർത്തോൾസ് ജൽസയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് ഗിയാനയിലെ കോടതി ജഡ്ജിയാണ്. രാജ്യത്തെ ബിഷപ്പിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് വന്നത്. പറയുന്നു, ഞാൻ ജൽസാസാനയിൽ പങ്കെടുക്കുന്നതിനായി ഫ്രഞ്ച് ഗിയാനയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്റെ കാലുകളിൽ വേദനയുണ്ടായിരുന്നു. എന്നാൽ ജൽസയിൽ പങ്കെടുത്ത ഉടനെ അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ ഷിഫ നൽകി. മുഴുവൻ ജൽസയിലും വേദനയുടെ അടയാളം പോലും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ജൽസയുടെ അനുഗ്രഹങ്ങൾ അഹമ്മദികൾക്ക് ലഭിക്കുന്നതോടൊപ്പം അന്യരും അതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നു. പറയുന്നു, ജൽസയുടെ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു നീണ്ടകാലം വർക്ക് ഇൻസ്പെക്ടറായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും വിമർശനാത്മക മനോഭാവത്തോടുകൂടിയാണ് നോക്കുന്നത്. എന്നാൽ ഏതൊരു രീതിയിലാണോ അഹമ്മദിയ ജമാഅത്തിന്റെ വളണ്ടിയർമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രശംസനീയമാണ്. എല്ലാവരും അവരുടെ ജോലി ഉന്നതമായ നിലയിൽ ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും വലിയ ജനക്കൂട്ടത്തിനായി സെക്യൂരിറ്റിയുടെ സംവിധാനം ഒരു നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ ഇത്ര വലിയ തോതിൽ ജനങ്ങൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതും പിന്നീട് അത് സമയത്ത് കഴിപ്പിക്കുന്നതും നിസ്സാര ജോലിയല്ല. പിന്നീട് നൈജീരിയയിലെ ഒരു പ്രസിദ്ധ ടെലിവിഷൻ MITVയുടെ ചെയർമാൻ ഇവിടെ വന്നിരുന്നു. മെറി വസാലി സാഹിബ് പറയുന്നു, ജൽസാസാനയിൽ പങ്കെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം അൽഹാജ് ഹജ്ജ് ചെയ്ത ആളാണ്. പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അർഫാത്തിലെ ഒരു സ്ഥലത്താണ്. എല്ലായിടത്തും സ്നേഹവും സന്തോഷവും കളിയാടുകയാണ്. ഇത്തരത്തിലുള്ള ദൃശ്യം ഞാൻ ലോകത്ത് മറ്റെവിടെയും കണ്ടിട്ടില്ല. ഖാദിമീങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. അനുസരണത്തിന്റെ ആവേശത്താൽ മുങ്ങിക്കുളിച്ചിരുന്നു. ഇവിടെ ഇമാമിനെ അനുസരിക്കുന്ന
ദൃശ്യം ഞാൻ അഹമ്മദിയ ജമാഅത്തിൽ കണ്ടതുപോലെ ലോകത്ത് മറ്റൊരിടത്തും കണ്ടിട്ടില്ല. കോങ്കോയിലെ സിൻഷാഷായിൽ നിന്ന് ജസ്റ്റിൻ ജേർണലിസ്റ്റ് ലംബോ സാഹിബ്, ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ മിഡിൽ കോർട്ടിലെ ജഡ്ജിയാണ്, വന്നിരുന്നു. പറയുന്നു, ഒരു ജഡ്ജി എന്ന നിലയിൽ അള്ളാഹു എനിക്ക് ഈ ഗഹന ദൃഷ്ടി നൽകിയിരിക്കുന്നു. എവിടെയാണ് യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നത്, എവിടെയാണ് യാഥാർത്ഥ്യം പ്രകടിപ്പിക്കുന്നത്? അഹമ്മദിയ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതൊരു ഇസ്ലാമിനെയാണോ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നത്, അതിന്റെ കർമ്മപരമായ മാതൃക ഞാൻ ജൽസയിൽ പങ്കെടുത്ത് കാണുകയുണ്ടായി. എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടായിരുന്നുവെങ്കിൽ അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഹമ്മദിയ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള സന്ദേശമാണ് ലോകത്തിന് ആവശ്യം. ഞാൻ വിചാരിക്കുന്നു ലോകത്തിന്റെ ഭാവി ഈ സന്ദേശവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ ഇസ്ലാമിനെയാണ് നമുക്ക് ആവശ്യം. നമുക്ക് തീവ്രവാദികളുടെ ഇസ്ലാമിന്റെ ആവശ്യമില്ല. സിറാലിയൂണിലെ വൈസ് പ്രസിഡന്റ് ഈ ജൽസയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ വാർഷിക ജൽസ വളരെയധികം ഉന്നതമാണ്. എല്ലാ സമൂഹങ്ങളെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഏകമാർഗമാണ്. എനിക്ക് ജൽസയിൽ പങ്കെടുത്ത് വളരെയധികം സ്നേഹം ലഭിച്ചു. മക്കീനി സറാലിയൂണിലെ ഒരു നഗരമാണ്. അവിടുത്തെ മേയർ പറയുന്നു, 3 ദിവസവും ആത്മീയത നിറഞ്ഞതായിരുന്നു. എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിപ്ലവത്തിന് കാരണമായി. ഞാൻ ഒരിക്കലും തന്നെ ജനങ്ങളെ ഈ വിധത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരായി കണ്ടിട്ടില്ല. സറൻയൂണിൽ നിന്ന് ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് വന്നിരുന്നു. പറയുന്നു, ജൽസാസാനിൽ പങ്കെടുത്ത എന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ അനുഭവമായിരുന്നു. ചെറിയവരും വലിയവരും എല്ലാവരും മുൻകടന്ന് അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾ മറ്റൊരാളേക്കാൾ മുൻകടന്ന് സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇന്നുവരെ ഏതെങ്കിലും മതപരമോ രാഷ്ട്രീയമോ ആയ സമ്മേളനങ്ങളിൽ ഈ വിധത്തിലുള്ള അതിഥികളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ബെനിനിലെ നാഷണൽ അസംബ്ലിയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഐറിക് ടോണ്ടെ സാഹിബ് വന്നിരുന്നു. പറയുന്നു, എന്റെ നിരീക്ഷണത്തിൽ വന്ന ഏറ്റവും വലിയ കാര്യം അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങൾ തങ്ങളുടെ ഖലീഫയെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ കാര്യം മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല. പറയുന്നു, ഞാൻ ഈ ജൽസയിൽ പങ്കെടുത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ നിമിഷങ്ങളാണ് കഴിച്ചുകൂട്ടിയത്. ഞാൻ എല്ലാ സംവിധാനവും പരിശോധിച്ചു. എല്ലാ കാര്യത്തിലും എനിക്ക് ഉന്നതമായ സംവിധാനമാണ് കാണാൻ സാധിച്ചത്. 35,000-ലധികം ആളുകൾക്ക് ജൽസയിൽ ട്രാൻസ്പോർട്ടിന് ഉന്നത സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ട്രാഫിക്കിനെ വളരെയധികം പ്രാവീണ്യത്തോടുകൂടി ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയധികം അംഗസംഖ്യ ഉണ്ടായിരുന്നിട്ടും ശുചിത്വത്തിന്റെ നിലവാരം എല്ലായിടത്തും ഉയർന്നതായിരുന്നു. എവിടെയും മാലിന്യം കാണാൻ സാധിച്ചിരുന്നില്ല. എല്ലാ വ്യവസ്ഥിതിയിലും അഹമ്മദിയ ജമാഅത്തിലെ 5000-ലധികം ആളുകൾ സന്നദ്ധ സേവനം എന്ന നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഈ സന്നദ്ധ സേവകരിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, വൃദ്ധരും ഉണ്ടായിരുന്നു, യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു, പ്രായം കുറഞ്ഞ കുട്ടികളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്നു, ഒരു അസാധാരണ കാര്യമാണ്. ഒരു മതസംഘടനയിലോ ഭൗതിക സംഘടനയിലോ കാണാൻ സാധ്യമല്ല. അർജന്റൈനിൽ നിന്ന് MP വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ സത്യമതം അന്വേഷിക്കുന്നതിൽ 10 വർഷം കഴിച്ചുകൂട്ടി. അവസാനം അഹമ്മദിയ ജമാഅത്തിൽ ചേർന്ന് യഥാർത്ഥത്തിലുള്ള മതം എനിക്ക് ലഭിച്ചു. ജൽസ സാലാനയുടെ ഓർഗനൈസേഷൻ കണ്ട് ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ജൽസയിലുള്ള യുവാക്കളുടെ സാന്നിധ്യമാണ്. ഞാൻ ഇന്നുവരെ മറ്റേതെങ്കിലും മതത്തിലെ യുവതലമുറയെ ഏതെങ്കിലും മതപരമായ പരിപാടികളിൽ അഹമ്മദിയ ജമാഅത്തിൽ ഉള്ളതുപോലെ ഇൻവോൾവ്മെന്റ് കണ്ടിട്ടില്ല. പറയുന്നു, ആഗോള ബയ്യത്തിൽ പങ്കെടുത്തത് ഏറ്റവും ഉത്തമമായ നിമിഷമായിരുന്നു. ബയ്യത്തിനിടയിൽ എന്റെ ഹൃദയവും ശരീരവും വിറക്കുന്നുണ്ടായിരുന്നു. ബയ്യത്തിന്റെ 10 നിബന്ധനകൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനത്തിന്റെ ചുരുക്കമാണ്. എനിക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നും തന്നെയില്ല. ഞാൻ അർജന്റീനയിലെ അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തൗഫീക്ക് ലഭിച്ച ആദ്യത്തെ മുസ്ലിമാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് തന്റെ രാജ്യത്ത് പോയി അഹമ്മദിയത്തിന്റെ സന്ദേശപ്രചാരണം പൂർണ്ണമായ നിലയിൽ ചെയ്യുന്നതായിരിക്കും. ജപ്പാനിൽ നിന്നൊരു അതിഥി ജോഷോ യവാമുറ സാഹിബ് വന്നിരുന്നു. പറയുന്നു, അതിഥി സൽക്കാരത്തിന്റെ രീതി, പ്രവർത്തകരുടെ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം ഞങ്ങൾക്ക് എല്ലാവർക്കും മറക്കാനാകാത്തൊരോർമ്മയാണ്. ജൽസ സാലാന ബ്രിട്ടൻ ഐക്യരാഷ്ട്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാതൃക കാണിച്ചു തരുന്നു. അവിടെ എല്ലാ വർണ്ണവർഗത്തിൽപ്പെട്ട ആളുകളും ഒരു കുടുംബം പോലെ തോന്നുമായിരുന്നു. ഈ ആത്മീയ അന്തരീക്ഷം എന്റെ ഹൃദയത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. ജപ്പാനിൽ നിന്ന് ഡോക്ടർ ജവാനി മുൻപേ സാഹിബ് വന്നിരുന്നു. ഇദ്ദേഹം മെഡിക്കൽ സയൻസിൽ PhD ആണ്. ടോക്കിയോ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ അവസരത്തിൽ ഇദ്ദേഹത്തിന് ജമാഅത്തുമായി ബന്ധപ്പെടാൻ സാധിച്ചു. ഇദ്ദേഹം പറയുന്നു, 10 വർഷമായി
വിവിധ മതങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുകയായിരുന്നു. ക്രിസ്തുമതത്തിൽ വിരക്തി തോന്നിയിരുന്നു, സത്യാന്വേഷണത്തിലായിരുന്നു. ബുക്ക് ഫെയറിലെ ആദ്യ ദിവസം അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം ഇസ്ലാം മത തത്വജ്ഞാനം നൽകി. എഴുതുന്നു, നമ്മുടെ മിഷണറി എഴുതുന്നു, അടുത്ത ദിവസം ഇദ്ദേഹം നമ്മുടെ അടുത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, രാത്രിയിൽ ഇസ്ലാം തത്വജ്ഞാനം എന്ന ഗ്രന്ഥത്തിന്റെ പാരായണം ആരംഭിച്ചു. ഈ ഗ്രന്ഥം വായിക്കാതെ ഉറങ്ങുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. രാവിലെ വരെ പൂർണ്ണമായും വായിച്ചു തീർത്തു. അപ്പോൾ എനിക്ക് ദൃഢവിശ്വാസം വന്നു, ഇസ്ലാം ഒരു യഥാർത്ഥത്തിന്റെയും സത്യത്തിന്റെയും മാർഗമാണ്. ഞാൻ പറയുന്നു, ഞാൻ ഒരു വർഷത്തിനിടയ്ക്ക് 50 പ്രാവശ്യം ഇസ്ലാം തത്വജ്ഞാനം വായിച്ചിട്ടുണ്ട്. പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫിലോസഫി അസാധാരണമായ ആകർഷണത്വം ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം ജൽസ കണ്ടതിനു ശേഷം പറഞ്ഞു, ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് സത്യം ലഭിച്ചിരിക്കുന്നു. ഇസ്ലാം അഹമ്മദിയത്തിനേക്കാൾ ഉന്നതമായ മറ്റൊരു ജീവിത വ്യവസ്ഥിതിയുമില്ല. അങ്ങനെ അദ്ദേഹം ജൽസയ്ക്ക് ശേഷം ഉടൻ തന്നെ അടുത്ത ദിവസം ഇദ്ദേഹം മുമ്പ് ബയ്യത്ത് ചെയ്തിരുന്നില്ല, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ബയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ബയ്യത്ത് നടന്നു. ജപ്പാനിൽ നിന്ന് ഒരു അനഹമ്മദി സുഹൃത്ത് മുസാഫി ആക്കു തുല്യ സാഹിബ്, അദ്ദേഹം ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ജൽസയിൽ പങ്കെടുത്തിരുന്നു. അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നു. ഇതിനായി അദ്ദേഹം റബോയിൽ മാത്രം പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, റബോയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഇടയ്ക്ക് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് നമ്മുടെ ബഹുമാന്യനായ ആതിഥേയൻ, നമ്മുടെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അതിസൽക്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാപ്പ് നൽകണം. ഈ കാര്യം എന്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തി. ഇന്ന് ഞാൻ ജൽസയിൽ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഉന്നതമായ നിലവാരം എനിക്ക് ഇവിടെയും കാണാൻ തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. അതിനർത്ഥം അഹമ്മദിയ ജമാഅത്തിന്റെ അധ്യാപനവും പ്രവർത്തനവും ഒന്നാണ് എന്നാണ്. ഈ മാതൃക എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുന്നു. സ്പെയിനിൽ നിന്ന് നാഷണൽ അസംബ്ലിയിലെ 2 പാർലമെന്റ് മെമ്പർമാർ വന്നിരുന്നു. ഒരാൾ ജോസ് മാരിയ സാഹിബ് പറയുന്നു, ജൽസയുടെ സംവിധാനം കണ്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള സംവിധാനം ചെയ്യേണ്ടതായി വന്നാൽ എങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ലോകത്ത് ഇതുപോലുള്ള ഒരു ഉദാഹരണവുമില്ല. പിന്നീട് പറയുന്നു, 3 ദിവസം ജൽസയിൽ പരിപാടികളിൽ പങ്കെടുത്തു, പല പ്രാവശ്യം ഈ കാര്യം പ്രകടിപ്പിച്ചു. ഇത്രയും വ്യവസ്ഥാപിതമായ പ്രവൃത്തി ഈ സന്നദ്ധ സേവകർ ചെയ്യുന്നത് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് പോലും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ഈ ജൽസകളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് സന്നദ്ധ സേവകരുടെ, വളണ്ടിയർമാരുടെ, പ്രവർത്തകരുടെ ഈ ജോലിയും അവർ ചെയ്യുന്ന ഒരു നിശബ്ദ തബ്ലീഗാണ്. പിന്നീട് വനിതാ പാർലമെന്റ് മെമ്പർ പറയുന്നു, ലോകസമാധാനം സ്ഥാപിക്കുന്നതിനായി അഹമ്മദിയ ജമാഅത്ത് വളരെയധികം അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ഞാൻ സ്പെയിനിലെ വളരെ ചരിത്രപ്രസിദ്ധമായ നഗരം ടോളിഡോയിൽ നിന്നാണ്. അവിടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളും യഹൂദികളും ക്രിസ്ത്യാനികളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അഭിമാനമുണ്ട്. സ്പെയിനിന്റെ ഈ ചരിത്രം ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. അവർ പറഞ്ഞു, 1000 വർഷങ്ങൾക്ക് മുമ്പ് ബനു ഉമയ്യ കുടുംബത്തിൽ നിന്നും അബ്ദുറഹ്മാൻ അവൽ സ്പെയിനിൽ വരികയും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ തന്റെ രാജ്യമായി മനസ്സിലാക്കുന്നു. പറയുന്നു, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഖലീഫയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വരുമ്പോൾ അതിനെ നിങ്ങളുടെ വീടായി മനസ്സിലാക്കുക. ഫ്രാൻസിലെ അമീർ ഷാ സാഹിബ് എഴുതുന്നു, ഇവിടെ ജൽസയിൽ ഈ വർഷം ഒരു കുടുംബത്തിലെ 35 പേർ പങ്കെടുത്തിരുന്നു. ഇതിൽ 28 പേർ അഹമ്മദികളാണ്. എന്നാൽ ഇവരുടെ മാതാവും പിതാവും ഒരു മകളും 3 കുട്ടികളും ഇതുവരെ അഹമ്മദികളത്തിൽ പ്രവേശിച്ചിരുന്നില്ല. പിന്നീട് വളരെ പ്രായമുള്ള ആളാണ്. ജുമാ നമസ്കാരത്തിന് മുമ്പ് പറയാൻ തുടങ്ങി, ഞാൻ ഈ അന്തരീക്ഷം കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് വിവരിക്കുന്നു, ഈ ജൽസയിൽ പങ്കെടുത്ത് ജൽസയുടെ അന്തരീക്ഷം കണ്ട് അറിയാൻ കഴിഞ്ഞു എന്റെ മക്കൾ എന്തുകൊണ്ടാണ് അഹമ്മദികളായത്. അഹമ്മദികൾ ആയതുമുതൽ അവരുടെ അവസ്ഥ മാറിയിരിക്കുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രകാരം പ്രവർത്തിക്കുന്നു. അള്ളാഹുവിന് നന്ദി, എത്ര തന്നെ പറഞ്ഞാലും കുറവായിരിക്കും. ഇതെല്ലാം അഹമ്മദിയത്ത് കാരണമാണ് നടന്നത്. ഞാൻ യുവാവായിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു വിസ്മയകരമായ സ്ഥലത്ത് ഒരുപാട് പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇപ്പോൾ ജൽസയിൽ വന്നതിനു ശേഷം ആ സംഭവം ഓർമ്മ വരുന്നു. ജൽസയുടെ
രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ 5 പ്രാവശ്യം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഞായറാഴ്ച നടന്ന ആഗോള ബൈഅത്തിൽ പങ്കെടുത്തു. ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ അംഗങ്ങളായി. പറയുന്നു, ബൈഅത്തിന്റെ സമയത്ത് ഇവരുടെ മുഴുവൻ കുടുംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെ പോലെ ചുരുങ്ങി കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് ഇവരുടെ മകളെക്കുറിച്ച് അമീർ സാഹിബ് എഴുതുന്നു, പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ജമാഅത്തുമായി വളരെ പഴയ ബന്ധമാണ്, എന്നാൽ ബൈഅത്ത് ചെയ്തിരുന്നില്ല. ഞായറാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞു, ഇവർ എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ബൈഅത്ത് ചെയ്യാതിരുന്നത്, ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്റെ ഭാര്യയും മക്കളും കുട്ടികളും ഒപ്പം ബൈഅത്ത് ചെയ്യണം എന്നായിരുന്നു. ഇപ്പോൾ ജൽസക്ക് പങ്കെടുത്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ബൈഅത്ത് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ടായി. എന്നാൽ എന്റെ ഭാര്യയും എന്നോടൊപ്പം ബൈഅത്ത് ചെയ്യണം എന്ന ആഗ്രഹം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സുബഹി നമസ്കാരത്തിൽ ഞാൻ വളരെയധികം ദുആ ചെയ്തിരുന്നു. നമസ്കാരത്തിന് ശേഷം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്ക് താങ്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനും ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് നിന്നോട് പറയാനിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ, നാം ഒരുമിച്ച് ബൈഅത്ത് ചെയ്യാനായി ദുആ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹു എന്റെ ദുആ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാനും ഇന്ന് ഇത് തന്നെയാണ് ദുആ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രകാരം ഇവരുടെ അവസ്ഥ വളരെയധികം വികാര നിർഭരമായിരുന്നു. ഇറാനിലെ സംഘത്തിന്റെ അഭിപ്രായം, അവിടെ നിന്നും ആദ്യമായി സംഘം വന്നിരുന്നു. ഡോക്ടർ അഗ്രി ഷരീഫ് തുംഷൂലും സാഹിബിന്റെ മരുമകൻ പറയുന്നു, ഞാൻ ഒരിക്കലും തന്നെ ഒരു മുസ്ലിം സംഘടനയെയും ഇത്രയധികം വ്യവസ്ഥാപിതമായി കണ്ടിട്ടില്ല. അഹമ്മദി വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്നത് പോലെ ഏറ്റവും വളരെ അധികം സ്നേഹത്തോടും ഊർജ്ജസ്വലതയോടും കൂടിയാണ് കാഴ്ചവെക്കുന്നത്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടും ഊർജ്ജസ്വലതയോടും കൂടിയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. നിങ്ങളെ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും ശരി. സിൽവേനിയൻ സംഘവും 3 അംഗങ്ങൾ ഉൾപ്പെടുന്നവരായി ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സുഹൃത്ത് സുമാദു പാലിഷ്, ഇദ്ദേഹം അവിടെ പരിഭാഷകനായി ജോലി ചെയ്യുകയാണ്. കുറച്ചുകാലമായി ജമാഅത്തി സാഹിത്യങ്ങളുടെ തർജ്ജമ ഇദ്ദേഹം ഈ ജോലി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നു, ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നതിനു മുമ്പ് എനിക്ക് ജമാഅത്തിനെ കുറിച്ച് പരിചയം വായനയിൽ മാത്രം ഒതുങ്ങിയതായിരുന്നു. എന്നാൽ ജൽസയിൽ പങ്കെടുത്ത് ജൽസയുടെ അന്തരീക്ഷം കണ്ട് എനിക്ക് ഉറച്ച വിശ്വാസം വന്നിരിക്കുന്നു. ഞാൻ ജമാഅത്തിനെ കുറിച്ച് വായിച്ചതെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള കാര്യമായിരുന്നു. ഉദാഹരണമായി, എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ്. ഇത് ആ വാക്യം ആദ്യമായി വായിച്ചപ്പോൾ കേട്ടപ്പോൾ, എന്നാൽ ജൽസയിൽ വന്ന് വിവിധ ആളുകളുമായി കണ്ടുമുട്ടി ജൽസയുടെ അന്തരീക്ഷം കണ്ട് ഈ വാക്യത്തിന്റെ പ്രവർത്തന രൂപം കണ്ടു. അഹമ്മദിയ ജമാഅത്തിലെ ഓരോ അംഗവും ഈ വാക്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം ഓരോരുത്തരും അവരുടെ ആത്മപരിശോധനയും നടത്തേണ്ടതാണ്. ഈ നിലനിൽക്കുന്ന സ്വാധീനം, ഇതിനെ എല്ലായ്പ്പോഴും നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ കടമയാണ്. സിൽവേനിയൻ സംഘത്തിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നു. ആന്ദ്രേ യോഗോരി സാഹിബ് പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഇസ്ലാമിക പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവർ ഒരു വനിതയാണ്, സാഹിബയാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പോസിറ്റീവായി പരിചയം ലഭിച്ചത്. ജമാഅത്ത് യഥാർത്ഥത്തിൽ മനുഷ്യ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡൈനിങ് ഹാളിൽ കുട്ടികൾ ഭക്ഷണം സെർവ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾ ജൽസാഗാഹിൽ വെള്ളം നൽകിക്കൊണ്ടിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഈ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ശിക്ഷണത്തിനും പരിപാലനത്തിനും വളരെ അനിവാര്യമാണ്. സ്വീഡനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ വന്നിരുന്നു. പറയുന്നു, നിങ്ങൾ നൽകുന്ന സന്ദേശം, അതിന്റെ കർമ്മപരമായ ദൃശ്യവും ഞാൻ കണ്ടു. ഈ സന്ദേശം ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലും എത്തിയിരുന്നുവെങ്കിൽ. ഇദ്ദേഹം പോലീസ് ഓഫീസറാണ്. പറയുന്നു, ഈ സന്ദേശം സ്വീഡനിൽ എത്തിയാൽ ഞാൻ എന്റെ ജോലിയിൽ നിന്ന് രാജിവെക്കും. കാരണം പോലീസിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരിക്കുകയില്ല. പോലീസുകാരുടെ ശമ്പളമായി നൽകുന്ന പണം ദരിദ്രരുടെയും വൃദ്ധന്മാരുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ഉപകരിക്കും.
നമ്മുടെ സമൂഹം സമാധാനപൂർവ്വവും പരസ്പരം സ്നേഹിക്കുന്നവരുമായി തീരുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നന്ദിയുള്ളവരാക്കുന്നതോടൊപ്പം അല്പസ്വല്പം ഉള്ള ബലഹീനതകൾ ദൂരീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് പ്രസ് മീഡിയയുമായി ബന്ധപ്പെട്ടൊരു അതിഥി പ്രിൻസിപ്പൽ ഫ്രാൻസിഷൻ സ്ലേവ് സാഹിബ് പങ്കെടുത്തിരുന്നു. പറയുന്നു, ജൽസ സാലാനയുടെ അവസാന ദിവസം പങ്കെടുത്തു. ഞാൻ ലോകത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഈവന്റ് മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ഇവിടെ ജനങ്ങളോട് നിൽക്കാൻ പറഞ്ഞാൽ നിശബ്ദരായി നിൽക്കുന്നു. അവരോട് തിരിയാൻ പറഞ്ഞാൽ അവിടേക്ക് അവർ തിരിയുന്നു. ഒരാളും തന്നെ ഇവരെന്തിനാണ് തിരിയുന്നത് എന്ന് പറഞ്ഞ് കോപം പ്രകടിപ്പിച്ചിരുന്നില്ല. ഏതെങ്കിലും പ്രവർത്തകനോ ജൽസയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമോ കോപാകുലനായി സംസാരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം സമാധാനപൂർവ്വം ഉന്നത നിലവാരത്തിലുള്ള സംവിധാനം മറ്റെവിടെയും കണ്ടിട്ടില്ല. ഒരു അനഹ്മദി മുസ്ലിം സ്വിസ്കാരൻ മൈക്കിൾ കർഷൻസബർഗ് ജൽസയിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം സ്വിറ്റ്സർലൻഡുകാരനാണ്. ഏറ്റവും വലിയ കാര്യം ആഗോള ബയ്യത്തിന്റെ ദൃശ്യമാണ്. എപ്രകാരമാണ് ജനങ്ങൾ തങ്ങളുടെ വിശ്വാസം ഖലീഫയുമായിട്ടുള്ള ബന്ധവും പ്രകടിപ്പിക്കുന്നത്. ഒരു അനഹ്മദി സുഹൃത്ത് മൈക്ക് ടഗ്രാഫ്സ് ഒസേലോ മൈക്രോനീഷ്യയിൽ നിന്നാണ് വന്നിരുന്നത്. അവിടെ അദ്ദേഹം 11 വർഷം മേയറുമായിരുന്നു. എല്ലാം കണ്ടതിനു ശേഷം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് പോകുന്നത്. എന്റെ കുടുംബത്തിനും ക്രൊസായയിലും, ക്രൊസായ ഇദ്ദേഹത്തിന്റെ നഗരമാണ്, ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ജൽസ തബ്ലീഗിനുള്ള വലിയൊരു മാർഗമായി മാറുന്നു. ജമൈക്കയിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ് വന്നിരുന്നു. പറയുന്നു, ഇവരോടൊപ്പം ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു. ഈ ക്യാമറാമാൻ ഒരു മുസ്ലിം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അല്പം മടി കാണിച്ചിരുന്നു. എന്നാൽ എല്ലാവരും അദ്ദേഹത്തോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നത് അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി കണ്ടപ്പോൾ, അദ്ദേഹത്തെ പരിഗണിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ഇവരുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടോ അതോ ഇവർ കാണിച്ചു കൂട്ടുകയാണോ? ഇതു കേട്ടപ്പോൾ നമ്മുടെ മുബല്ലിഗ് സാഹിബ് മറുപടി കൊടുത്തു, സാഹോദര്യം ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങളിൽപ്പെട്ടതാണ്. താങ്കൾ മുഴുവൻ സമയം ജൽസ കാണുക, താങ്കൾക്ക് സ്വയം കാര്യങ്ങൾ മനസ്സിലാകും. ആളുകൾ കാണിച്ചു കൂട്ടുകയാണോ അതോ അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ജൽസ അവസാനിച്ചപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു, ഏതൊരു സ്നേഹവും സാഹോദര്യവും പരസ്പരമുള്ള സ്നേഹവുമാണോ ഞാൻ ജൽസയിൽ കാണാൻ സാധിച്ചത്? അത് കാണിച്ചുകൂട്ടൽ മാത്രമല്ല, യാഥാർത്ഥ്യമാണ്. പിന്നീട് അവർ ആ ജേർണലിസ്റ്റ് എന്റെ ഇന്റർവ്യൂവും എടുത്തിരുന്നു. പറയുന്നു, അവിടെ പോയി എഴുതുന്നതായിരിക്കും, ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതായിരിക്കും. ഇത് മുഖേന കൂടുതൽ തബ്ലീഗിനുള്ള മാർഗവും തുറക്കുന്നതായിരിക്കും. പറയുന്നു, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ ഈ അധ്യാപനങ്ങൾ ജമൈക്കയിൽ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നതായിരിക്കും. ഇവർ ക്രിസ്ത്യാനിയാണ്, നമ്മുടെ തബ്ലീഗിനുള്ള മാർഗമായി മാറുകയാണ്. പനാമയിൽ നിന്നൊരു സുഹൃത്ത് റൊണാൾഡോ കോഷി സാഹിബ് എഴുതുന്നു. പറയുന്നു, ഇത്തരത്തിലുള്ള സമാധാന നിർഭരമായ ഒരു അന്തരീക്ഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭിക്കുക സാധ്യമാണ്. ഞങ്ങളുടെ രാജ്യത്തും വളരെയധികം തോതിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ അവരെക്കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളവരല്ല, എന്നല്ല അവരെ വെറുക്കുന്നു. എനിക്ക് മുസ്ലിങ്ങളുടെ ജൽസയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ലഭിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവരും പനാമയിലെ മുസ്ലിങ്ങളെ പോലെയായിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എന്റെ വിസ്മയത്തിന് പരിധികൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം കണ്ടു. അതെനിക്ക് ഉദ്ദേശിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ശേഷം ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ചിന്താഗതി പറയുകയാണെങ്കിൽ ഞാൻ അതിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതായിരിക്കും. എല്ലാ മുസ്ലിങ്ങളുടെയും ഒരുപോലെയല്ല. കസാഖിസ്ഥാനിലെ നനാഷി മുഹമ്മദ് സാഹിബ് സിയോണിലെ പ്രൊഫസറാണ്. ന്യൂയോർക്ക് അക്കാഡമി മെമ്പറുമാണ്. 2002 ഇവരെ ലേഡി ഓഫ് ദ വേൾഡ് ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ അവർ തന്റെ അഭിപ്രായവും രേഖപ്പെടുത്തുന്നു. ഞാൻ എന്റെ 75 വർഷത്തെ ജീവിതത്തിൽ ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യത്വത്തോടുള്ള സ്നേഹം, മനുഷ്യരെ യഥാർത്ഥ രീതിയിൽ സഹായിക്കുന്നത് ഞാൻ കേവലം ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു.
ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവിധ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ മെഡൽ നൽകി. ഈ കാര്യങ്ങളും ഈ ബഹുമാനവും എന്നും അവരുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കും. അവർക്ക് ഭാവിയിലും അവരുടെ ജീവിതം ഈ ഒരടിസ്ഥാനത്തിൽ വാർത്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പറയുന്നു, ഞാനും ഈ ജൽസ കാരണം തന്റെ ഉള്ളിൽ ആത്മീയ ഉണർവും ഉന്മേഷവും ശക്തിയും അനുഭവിക്കുന്നു. ഒരു വിദ്യാർത്ഥി ഗോട്ടിമാലയിൽ നിന്ന് വന്നിരുന്നു. പറയുന്നു, ജൽസയിൽ പങ്കെടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷകരമായ അനുഭൂതിയായിരുന്നു. ഈ ജൽസയുടെ ആത്മീയ അന്തരീക്ഷം എന്റെ ഭാവി ജീവിതം മനോഹരമാക്കുന്നതിന് മാർഗദർശനമായി തീരുന്നതാണ്. ക്രൊയേഷ്യയിൽ നിന്ന് 28 പേരടങ്ങുന്ന ഒരു സംഘം വന്നിരുന്നു. ക്രൊയേഷ്യൻ അസംബ്ലിയിലെ മെമ്പർ ഓഫ് പാർലമെന്റ് സാഹിബും പാഞ്ചസ് സാഹിബും അതിൽ മെമ്പറായിരുന്നു. പറയുന്നു, ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യത്തെ അവസരമായിരുന്നു. ഇത് അവസാനത്തെ പ്രസംഗവും അദ്ദേഹം കേട്ടു. പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ലോകം സമാധാനത്തിന്റെ പൂന്തോട്ടമായി തീരുന്നു. വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. സെറാലിയൂണിലെ നാഷണൽ ടിവി SLPCയുടെ ജേർണലിസ്റ്റ് പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം പറയുന്നു, നിങ്ങൾ ജൽസയിൽ എന്നെ ക്ഷണിച്ച് വലിയ ഔദാര്യം എന്നോട് കാണിച്ചിരിക്കുന്നു. ജനങ്ങൾ ജൽസക്ക് ഇടക്ക് തന്നെ ഞാൻ അഹമ്മദിയ ജമാഅത്തിൽ ചേരുന്നതിന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആഗോള ബൈഅത്ത് ദിവസം ബൈഅത്ത് ചെയ്ത ജമാഅത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു. റോയൽ സെന്റർ ഡേവിഡ്, ഇദ്ദേഹം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിലെ മെമ്പറാണ്. പറയുന്നു, ഞാൻ തീർച്ചയായും ഇക്കാര്യം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞാൻ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പരിപാടികൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള വ്യവസ്ഥാപിതമായ പരിപാടികൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളിൽ സംസാരിച്ച് വളരെയധികം സന്തോഷം തോന്നി. നാം ഇന്ന് വളരെ വലിയ അപകടത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അപകടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിനുള്ള മാർഗം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരം ലഭിച്ചു. ഐവറി കോസ്റ്റിൽ നിന്ന് 2 മെമ്പർ ഓഫ് പാർലമെന്റ് വന്നിരുന്നു. പറയുന്നു, കുവാക്കോ കുവ അത്രേ സാഹിബ്, ഇദ്ദേഹം ഈ 2 പേരിൽ ഒരാളാണ്. പറയുന്നു, എന്റെ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. ഞാൻ ഒരുപാട് വർഷമായി അഹമ്മദിയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആത്മീയ അന്തരീക്ഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അഹമ്മദി മുമ്പ് തന്നെയായിരുന്നു. എന്നാൽ അഥവാ ജൽസയിൽ പങ്കെടുത്ത് എന്റെ ഈമാൻ കൂടുതൽ ദൃഢമായി തീർന്നിരിക്കുന്നു. ബ്രിട്ടീഷ് സൊസൈറ്റി ഓഫ് ടൂറിൻ ഷ്രൗഡിന്റെ ന്യൂസ് ലെറ്ററിന്റെ എഡിറ്റർ ഓർഫസെ സാഹിബ്, ഇദ്ദേഹം ടൂറിൻ ഷ്രൗഡിന്റെ ഗവേഷകരിൽ പെടുന്ന ആളാണ്. പറയുന്നു, ഞാൻ ഇന്നേ വരെ യേശുവിന്റെ തിരുശൂലയെ കുറിച്ച് ഏതെല്ലാം ഫോറത്തിൽ സംസാരിച്ചിട്ടുണ്ടോ അതിലേറ്റവും ഉന്നതമായ ഫോറം ഇതായിരുന്നു. പറയുന്നു, ഈ 3 ദിവസം വൈജ്ഞാനികമായി എന്നെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിരുന്നു. ഷൗഡിനെ കുറിച്ച് മാത്രമല്ല അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതിന് തുല്യമായിരുന്നു. ഇത് മുഖേന എന്റെ ഗവേഷണത്തിനുള്ള പുതിയ മാർഗങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെയും ചില വ്യക്തികൾ ടൂറിനിലെ ഷെഡ്യൂൾ ഗവേഷണം നടത്തുന്നവർ ഉണ്ടായിരുന്നു. അവർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇവരിൽ ഒരു സാഹിബ് ബാരി ഷോട്ട്സ് ഉണ്ട്. ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ടൂറിൻ ഷൗഡിന്റെ ഏറ്റവും കൂടുതൽ പ്രബലനായി ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒരുപാട് കാര്യങ്ങളെ കൂടാതെ ഈ പ്രത്യേക കാര്യങ്ങളുമായിരുന്നു. പറയുന്നു, ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഷ്രൗഡ് ഓഫ് ടൂറിനെ കുറിച്ച് പറഞ്ഞു തരിക എന്നതായിരുന്നു. എന്നാൽ എനിക്ക് ഇക്കാര്യം അംഗീകരിക്കേണ്ടതായി വരുന്നു. എനിക്ക് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടെത്രത്തോളം അറിവ് പകർന്നു തരാൻ കഴിയുമോ ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഞാൻ അതിനേക്കാൾ അധികം ഇരട്ടി നിങ്ങളിൽ നിന്ന് അറിവ് നേടി. പ്രസ് മീഡിയയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം പ്രസ് മീഡിയയെയും ജൽസക്ക് വളരെയധികം വിശാലമായ നിലയിൽ പ്രചാരം ലഭിച്ചു. ഇതിനായി നാം അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയേണ്ടതാണ്. അള്ളാഹു എപ്രകാരമാണ് സന്ദേശം എത്തിച്ചത്? ജൽസയുടെ വാർത്തയും വീഡിയോ ക്ലിപ്സും ടെലിവിഷനിലൂടെയും ഓൺലൈൻ മീഡിയയിലൂടെയും 7 വ്യത്യസ്ത പരിപാടികളിലൂടെ മൊത്തം 3.3 മില്യൺ ജനങ്ങളിലേക്ക് വാർത്ത എത്തി. റേഡിയോയിലൂടെ 34 പരിപാടികളിലൂടെ 2.79 മില്യൺ ജനങ്ങളിലേക്ക് സന്ദേശം എത്തി. പ്രിന്റ് ഓൺലൈൻ മീഡിയയിലൂടെ
14 വിവിധ പരിപാടികളിലൂടെ 7.7 മില്യൺ ജനങ്ങളിലേക്ക് സന്ദേശമെത്തി. സോഷ്യൽ മീഡിയയിൽ 1195 പേർ പങ്കെടുത്തത് മുഖേന ജൽസയുടെ പരിപാടി 5 മില്യൺ ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെ മുകളിൽ പറഞ്ഞ മാർഗങ്ങളിലായി മൊത്തം 12.63 മില്യൺ ജനങ്ങളിലും ജൽസയുടെ പരിപാടികളും വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും എത്തി. ആഫ്രിക്കയെ കൂടാതെ ജൽസയുടെ വീഡിയോ കവറേജ് ലഭിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ, സ്കോട്ട്ലൻഡ്, വെയിൽസ്, അയർലൻഡ്, USA, കാനഡ, പാകിസ്ഥാൻ, ഇന്ത്യ, ഫ്രാൻസ്, ജമൈക്ക, ബൊളീവിയ, യുനാൻ, ബെലീസ് എന്നിവ ഉൾപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ BBC ന്യൂസ് 24 ഉൾപ്പെടും. ഇതിൽ ജൽസയുടെ വാർത്ത 3 പ്രാവശ്യം പ്രക്ഷേപണം ചെയ്തു. ഇതും ആദ്യമായിട്ടാണ് നടന്നത്. തുടക്കത്തിൽ ഈ ചാനലിൽ ഒരു പ്രാവശ്യം വാർത്ത പ്രസിദ്ധീകരിക്കാൻ അനുവാദം ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ വാർത്ത പ്രസിദ്ധീകരിക്കാനായുള്ള അവസരം നൽകി. നാഷണൽ ന്യൂസ് ഏജൻസി ഫ്രാൻസ് FBBയും വാർത്ത പ്രസിദ്ധീകരിച്ചു. AFBയും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അത് USA, UK, ഇന്ത്യയിലും ഡസൻ കണക്കിന് വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൽ യൂറോ ന്യൂസ്, NBC ന്യൂസ്, MNS ന്യൂസ് എന്നിവ ഉൾപ്പെടുന്നു. പിന്നീട് റേഡിയോ കവറേജ് ഉണ്ട്. 34 റേഡിയോ ഇന്റർവ്യൂ, BBCയുടെ 3 റേഡിയോ സ്റ്റേഷൻസ്, 24 റേഡിയോ സ്റ്റേഷൻസ്, 2 ലോക്കൽ സ്റ്റേഷൻസ്. ഇതിൽ 2 റേഡിയോ സ്റ്റേഷൻ ഉൾപ്പെടുന്നു. ഇതിൽ 4 BBC റേഡിയോയും റേഡിയോ 4ഉം ഉൾപ്പെടുന്നു. ഇത് ബ്രിട്ടനിലെ ഏറ്റവും അധികം കേൾക്കപ്പെടുന്ന റേഡിയോ സ്റ്റേഷനാണ്. 20 മിനിറ്റ് നേരത്തെ നീണ്ട ഇന്റർവ്യൂ പ്രക്ഷേപണം ചെയ്തു. ഇതുകൂടാതെ BBC സ്കോട്ട്ലൻഡ്, BBC റേഡിയോ ഏഷ്യ നെറ്റ്വർക്ക് എന്നിവ ഉൾപ്പെടുന്നു. BBC റേഡിയോ സ്റ്റേഷൻ നെറ്റ്വർക്കിൽ 1 മണിക്കൂറിലധികം നീണ്ട പ്രോഗ്രാം സംപ്രേഷണം ചെയ്തു. 33 റേഡിയോ സ്റ്റേഷൻ മുഖേന മൊത്തം 2.7 മില്യൺ ജനങ്ങളിലേക്ക് സന്ദേശമെത്തി. അതിൽ ചുരുങ്ങിയത് 2 ഇന്റർവ്യൂയുടെ തുടക്കം. ഒരു ജേർണലിസ്റ്റും ഉണ്ടായിരുന്നു, കാതറിൻ പയറ്റ്. അവരെ എന്റെ ഇന്റർവ്യൂ എടുത്തു, അത് പ്രക്ഷേപണം ചെയ്തു. അത് കാരണം ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. നാം ഒരുമിക്കേണ്ടതാണ്, മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമില്ല ഇവർ വഹിക്കുന്നത്. നാം ഒരുമിച്ച് നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വഹിക്കുന്നതായിരിക്കും. ഏഷ്യൻ കത്തോലിക്കൻ എയർ ജൽസയ്ക്ക് മുമ്പ് വാർത്തയും അഭിമുഖവും പ്രസിദ്ധീകരിച്ചിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റും ആർട്ടിക്കൽ പ്രസിദ്ധീകരിച്ചു. ഇതുപോലെ പലതും ഉണ്ട്. സോഷ്യൽ മീഡിയ, ട്വിറ്റർ മുതലായവ മുഖേന സന്ദേശം എത്തിക്കൊണ്ടിരുന്നു. ഇത് മർക്കസി റിപ്പോർട്ട് അനുസരിച്ചാണ്. ഇതുകൂടാതെ UKയിലെ പ്രസ് മീഡിയ മുഖേനയും ഞാൻ വിചാരിക്കുന്നത് 2-3 മില്യൺ വരെയും തീർച്ചയായും സന്ദേശം എത്തിയിരിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നാഷണൽ TV ജൽസയുടെ ലൈവ് കവറേജ് നൽകിയിരുന്നു. അതിൽ ഗാന, നൈജീരിയ, സെറാലിയൂൺ, യുഗാണ്ട, കോങ്കോ, സൻഷിയ എന്നിവ ഉൾപ്പെടുന്നു. ഹദീഖത്തുൽ മഹദിയിൽ നിന്ന് നേരിട്ട് ലൈവായി സംപ്രേഷണം ചെയ്തു. ഗാനയിലെ ഒരു സുഹൃത്ത് നാനാ ഹുസൈൻ കോത്തു സാഹിബ് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ മതപരമായി ക്രിസ്ത്യാനിയാണ്, എന്നാൽ നിങ്ങളുടെ ജൽസ സാലാനയുടെ ലൈവ് സംപ്രേഷണം കണ്ട് എന്നിൽ വികാരഭരിതമായ അവസ്ഥയാണുള്ളത്. എന്റെ കണ്ണുനീർ തടയുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു. ഇതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഹമ്മദിയ ജമാഅത്താണ് ഏറ്റവും മുന്നിലുള്ളത്. ഞാൻ നിന്നിലൂടെ ജമാഅത്തിനെ മുൻനിർത്തി ജമാഅത്തിന്റെ സന്ദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കും എന്നുള്ളത് എന്റെ പ്രാർത്ഥനയാണ്. ടുമാറയിലെ ഗാനയിൽ നിന്ന് ഒരു വനിത ഉമ്മ ഇദാത്തു സാഹിബ പറഞ്ഞു, ഞാൻ ഗാന TV മുഖേന അഹമ്മദിയ ജമാഅത്തിന്റെ ജൽസ കണ്ട് ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഞാൻ മുസ്ലിമാണ്, എന്നാൽ ജൽസയുടെ സംപ്രേഷണം കണ്ട് ഞാൻ അഹമ്മദിയ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നു. യുഗാണ്ടയിൽ നിന്ന് ഒരു സുഹൃത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ജൽസയുടെ പ്രക്ഷേപണം TVയിലൂടെ കണ്ടു, ഞാൻ നിങ്ങളുടെ ജമാഅത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം മിഷൻ ഹൌസിൽ വന്നു ബൈഅത്ത് ചെയ്തു, അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. ഗാനയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇന്ന് അഹമ്മദിയ ജമാഅത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത്. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും കേൾക്കാറുണ്ടായിരുന്നില്ല, കാരണം മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഏതൊരു ഇസ്ലാമിനെയാണോ മുന്നോട്ട് വെക്കുന്നത് അത് ലോകം കേട്ടു നിന്നതിനു ശേഷം അതിന്റെ ചിന്തയിലായിരിക്കും. ഗാനയിൽ നിന്ന് ഒരു അഹമ്മദി വനിത എഴുതി, ഇന്ന് തന്റെ റൂമിൽ ഇരുന്ന് ജൽസ സാലാനയുടെ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഞാനും ജൽസയിൽ പങ്കെടുക്കുന്നത് പോലെ തോന്നി. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സെറാലിനുലെ നാഷണൽ TV SLPCSൽ
ജൽസ സാലാനയുടെ 36 മണിക്കൂർ സംപ്രേഷണം ലൈവായി കാണിച്ചു. സറാലിയൂണിൽ നിന്ന് ഒരുപാട് ആളുകൾ ഫ്രീ ടെലിഫോൺ സംസാരിച്ച് ആശംസകൾ നേർന്നു. ഒരു ജിബ്രീൽ സാഹിബ് പറയുന്നു, ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ആരുടെ പരിശ്രമത്താലാണോ നാം ഇന്ന് ഈ ജൽസ കാണുന്നത്, ഞങ്ങൾ ഖലീഫയോടൊപ്പം UK-യിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. ഇദ്ദേഹം അഹമ്മദിയാണ്. തങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ജൽസയുടെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. കോങ്കോ കാൻസാഗയിലും 4 വലിയ നഗരങ്ങളിൽ ജൽസയുടെ സംപ്രേഷണം കാണിക്കപ്പെട്ടു. ഈ നഗരങ്ങളിൽ 2 നഗരങ്ങളിൽ എന്റെ സമാപന പ്രസംഗം പ്രക്ഷേപണം ചെയ്തു. 2 നഗരങ്ങളിൽ ജൽസയുടെ മുഴുവൻ പരിപാടികളും ലൈവായി കാണിച്ചു. കൻഷായിലെ സമാപന പ്രസംഗം നടക്കുമ്പോൾ അവർ 2 മണിക്കൂർ സമയമാണ് നൽകിയിരുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ പ്രസംഗം ഇപ്പോൾ തുടരുകയായിരുന്നു, അവസാനിച്ചിരുന്നില്ല. ഞങ്ങൾ ടെലിവിഷന്റെ ഉദ്യോഗസ്ഥരോട് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് കൂടുതൽ സമയം നൽകിയാലും ഈ പ്രസംഗം പൂർണ്ണമായും പ്രക്ഷേപണം ചെയ്യുന്നതിനു വേണ്ടി. അവർ പറഞ്ഞു, ഞങ്ങളുടെ പരിപാടി മുമ്പ് തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ്, ഇപ്രകാരം സമയം കൂടുതൽ സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ ഖലീഫയുടെ പ്രസംഗമാണ് നടക്കുന്നത്. ഈ പ്രസംഗത്തിന് സ്വാധീനം ഞങ്ങളിൽ ഇത്രയധികമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സമയം നൽകുന്നു. അങ്ങനെ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കാണിച്ചു. അതിന്റെ നല്ല ഫീഡ്ബാക്കും വരാൻ തുടങ്ങി. ഒരാൾ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഇതുവരെയും ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു നാവിൽ നിന്നും കേട്ടിട്ടില്ല. ഞാൻ ഉടനെ അഹമ്മദിയ ജമാഅത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. കോങ്കോയിലെ ഒരു നഗരം ബൊക്കോങ്കോയിൽ JKTV-യിൽ ജൽസയിൽ കാണിക്കപ്പെട്ടു. എനിക്ക് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ഉള്ളിലുണ്ടായിരുന്ന ചിത്രം അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു. എനിക്ക് ഖലീഫത്തുൽ മസീഹിന്റെ പ്രസംഗം കേട്ട് അറിയാൻ കഴിഞ്ഞു, ഇസ്ലാം ഒരു മനോഹരവും ഹൃദയഹാരിയുമായ മതമാണ്. അധിക വീടുകളിലും MTA-യുടെ പ്രോഗ്രാം നടക്കുന്നതിന്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നത്. അവസാന പ്രസംഗം പ്രത്യേകമായും. ഒരു സുഹൃത്ത് പറയുന്നു, TV-യിൽ നിങ്ങളുടെ ജലസ കണ്ടു വളരെയധികം സന്തോഷം തോന്നി. ലോകത്ത് നമ്മുടെ അധ്യാപനങ്ങൾ നൽകുന്ന അതുപോലെ മറ്റാരും നൽകുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റേഡിയോ മുഖേന ജൽസ സാലാനയുടെ കവറേജ്, മാലിയിൽ ജമാഅത്ത് 15 റേഡിയോ സ്റ്റേഷൻ മുഖേന ജൽസ സാലാനയുടെ 3 ദിവസത്തെ നടപടികൾ ലൈവായി സംപ്രേഷണം ചെയ്തു. അങ്ങനെ അവിടെ ഏകദേശം 10 മില്യൺ ജനങ്ങൾ ജൽസ സാലാന UK-യുടെ ലൈവ് പരിപാടികൾ തങ്ങളുടെ ഭാഷയിൽ ശ്രവിച്ചു. ഇതുപോലെ ബുർക്കിനോഫാസോയിൽ 4 റേഡിയോ സ്റ്റേഷനുകളിൽ ജൽസ സാലാനയുടെ 3 ദിവസത്തെ പരിപാടി പൂർണ്ണമായും കേൾപ്പിച്ചു. ഇതും വളരെ വലിയ തോതിൽ കേൾക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സെറാലിയൂണിൽ പരിപാടികൾ സംപ്രേഷണം ചെയ്തു. അങ്ങനെ മില്യൺ ജനങ്ങളിലേക്ക് വിവിധ ഭൂഖണ്ഡങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്രാവശ്യം ജൽസയുടെ പരിപാടി എത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രസ് മീഡിയയുടെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചു. MTA-യും ഇതിനുവേണ്ടി വളരെയധികം പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ MTA-യുടെ ആഫ്രിക്കൻ ഇൻചാർജായി നിശ്ചയിച്ച അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ പരിചയവും ജൽസ മുഖേന വളരെയധികം വിശാലമായിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തകരിൽ ഉൾപ്പെടുന്നു. MTA-യിലും പ്രസ്സിലും പ്രവർത്തിക്കുന്നവരും UK-യിലെ യുവാക്കളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അവർ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അള്ളാഹു അവരുടെ കഴിവുകളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും തിളക്കമുള്ളതാക്കി തീർക്കുകയും ചെയ്യട്ടെ. ചില സംഘാടനപരമായ കാര്യങ്ങളും ഉണ്ട്. അത് സംഘാടകർക്കും അതിഥികൾക്കുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പരാതി എന്റെ മുന്നിൽ വന്നത്, മെയിൻ പന്തലിൽ ഇരിക്കാൻ കസേരകൾ കുറവായിരുന്നു, രോഗികൾക്കും ബലഹീനർക്കും ലഭിച്ചില്ല. ചെറിയ പ്രായക്കാരും യുവാക്കളും ഇരിക്കുകയായിരുന്നു. കാരണം പറഞ്ഞത്, ഇവർക്ക് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ എഴുന്നേൽപ്പിക്കാൻ സാധ്യമല്ല. ഒന്നാമതായി കാർഡ് കസേരക്കനുസരിച്ചായിരിക്കണം. ഒന്നുകിൽ സ്ഥലം വിശാലമാക്കുക, അല്ലെങ്കിൽ അവിടെ സ്ഥലം ഇല്ലെങ്കിൽ ബലഹീനർക്കും രോഗികൾക്കുമായി കൂടെ മറ്റൊരു പന്തൽ ഒരുക്കാവുന്നതാണ്. അടുത്ത വർഷം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, TV സ്ക്രീൻ 1 കുറവായിരുന്നു, 1-ൽ കൂടുതൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പൊതുവിൽ ബാത്റൂമിന്റെയും ടോയ്ലറ്റിന്റെയും സംവിധാനം ശരിയായ നിലയിലായിരുന്നു. എന്നാൽ ചില സമയത്ത് വെള്ളത്തിന്റെയും ടിഷ്യൂ പേപ്പറിന്റെയും കുറവുണ്ടായിരുന്നു എന്ന പരാതി വന്നുകൊണ്ടിരുന്നു. മാർക്കറ്റിൽ പോകുന്ന പാകിസ്ഥാനി അതിഥികളെക്കുറിച്ച് പാകിസ്ഥാനികളല്ലാത്ത അതിഥികൾ ഈ പരാതി നൽകിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും സാധനം വാങ്ങുന്നതിനായി ലൈനിൽ നിൽക്കേണ്ടതായി വരുമ്പോൾ പാകിസ്ഥാനികൾ സഹനം കാണിക്കാറുണ്ടായിരുന്നില്ല, ഉന്തും തള്ളും നടത്തിയിരുന്നു. ഇവർ മാതൃക കാണിക്കേണ്ടതാണ്. ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ജൽസയുടെ ഉദ്ദേശമേ അല്ല. സഹനവും ക്ഷമയും കാണിക്കുക, മറ്റുള്ളവരുടെ അവകാശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുക. ട്രാൻസ്പോർട്ടിന്റെ വ്യവസ്ഥിതിയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പൊതുവിൽ നല്ലതായിരുന്നു. ഈ വർഷം വളരെ അധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ചില പ്രവർത്തകർ ചില അതിഥികളെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. അവർ ഏതാനും പേർ മാത്രമാണ്, എന്നിരുന്നാലും തെറ്റായ സ്വാധീനം ഉണ്ടാക്കുന്നവരായിരുന്നു.
അത് പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങി എന്നത് ശരി. നമ്മെ വീക്ഷിച്ചുകൊണ്ടിരുന്ന അതിഥികളിലേക്ക് ഇക്കാര്യം എത്തിയിട്ടില്ല എന്നതിന് നന്ദി. പ്രവർത്തിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കേണ്ടത് എല്ലാ വന്ന അതിഥികളുടെയും നിർബന്ധ കടമയാണ്. അവർ ആരായിരുന്നാലും ശരി, ഏതെങ്കിലും ഭാരവാഹികളുടെ അടുത്ത ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും ഏതു കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, ഇനി എന്റെ ബന്ധുക്കളാണെങ്കിലും ശരി, നിങ്ങൾ വാക്കുകൾ കേൾക്കുകയും അന്തരീക്ഷം നല്ലതാക്കുകയും ചെയ്യുന്നതിന് പകരം ചിലർ തെറ്റായ രീതി അവലംബിച്ചത് ശരിയല്ല. അതുപോലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന യുവാക്കൾ അവർ ഈ കാര്യത്തിൽ വികാരഭരിതരായി, അഥവാ ഇവർ ഞങ്ങളുടെ വാക്കുകൾ കേട്ടില്ല എങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഇതും തെറ്റായ ചിന്താഗതിയാണ്. ഇത്തരം അവസ്ഥകളെ തരണം ചെയ്യേണ്ടതുണ്ട്. വ്യത്യസ്ത പ്രകൃതക്കാരായ ആളുകളായിരിക്കും വന്നിരിക്കുക. അതുകൊണ്ട് പ്രവർത്തിക്കുന്നവരും സഹനവും ക്ഷമയും കാണിക്കേണ്ടതുണ്ട്. അവർ എന്തെങ്കിലും തെറ്റായ കാര്യം കാണുന്നുവെങ്കിൽ തങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന് പരാതി നൽകുക. എന്നിട്ട് അവർ അതിനെ ഏറ്റെടുക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും പൊതുവിൽ ജൽസ സാലാന വളരെയധികം അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതായിരുന്നു. അള്ളാഹു എല്ലാവർക്കും ആരാണോ ഇതിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ TV മുഖേന ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് തങ്ങളുടെ ഉള്ളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവരാക്കി തീർക്കട്ടെ. മീഡിയ മുഖേന ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനം ലോകത്ത് എത്തിയത് അള്ളാഹു ജനങ്ങൾക്ക് ബുദ്ധിയും ഗ്രാഹ്യവും നൽകട്ടെ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായി തീരട്ടെ. ഈ യഥാർത്ഥ സന്ദേശത്തെ ഗ്രഹിക്കുന്നവരായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അത് മുക്കറം മിർസ റഫീഖ് അഹമ്മദ് സാഹിബിന്റെ ഭാര്യ സയ്യദ ഫരീദ ബേഗം സാഹിബയുടേതാണ്. അവർ ഹസ്രത്ത് ജലീൽ ഷാ സാഹിബിന്റെ മകളായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരുമകളായിരുന്നു. ഹസ്രത്ത് മീർ ഹാമിദ് ഷാ സാഹിബിന്റെ പേരക്കുട്ടിയും മീർ ഹിസാമുദ്ദീൻ സാഹിബിന്റെ പേരക്കുട്ടിയുടെ കുട്ടിയും ആയിരുന്നു. 3 ദിവസം മുമ്പ് ഇവരുടെ വഫാത്ത് സംഭവിച്ചു. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്റത്ത് സയ്യിദ് ഹബീബുല്ലാ സാഹിബിന്റെ മകളുടെ മകളും ഡോക്ടർ സയ്യിദ് അബ്ദുൽ സത്താർ സാഹിബിന്റെ പേരക്കുട്ടിയുടെ കുട്ടിയുമായിരുന്നു. അതായത് ഹസ്രത്ത് ഉമ്മേ താഹിറിന്റെ സഹോദരപുത്രിയുടെ മകളായിരുന്നു. മീർ നിസാമുദ്ദീൻ സാഹിബിന്റെ പേരക്കുട്ടിയുടെ കുട്ടിയുമായിരുന്നു. മീർ നിസാമുദ്ദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി പ്രത്യേകമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് അദ്ദേഹത്തെ സിയാൽകോട്ടിൽ അയച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹവുമായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സയ്യിദ് ഹബീബുല്ലാ സാഹിബ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ അമ്മാവനായിരുന്നു. ഇവർ അദ്ദേഹത്തിന്റെ മകളായിരുന്നു. ഫരീദ ബേഗം സാഹിബയുടെ മാതാവ് റസിയ ബേഗം സാഹിബയുടെ നിക്കാഹ് നടത്തുമ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു എഴുതിയത്, ഈ കുടുംബവുമായുള്ള പ്രത്യേക ബന്ധം കാരണം ഞാൻ രോഗിയായിരുന്നിട്ടും നിക്കാഹ് നടത്തുന്നതിന് വേണ്ടി പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വലിയ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു സ്വയം ആയിരുന്നു. അള്ളാഹു ഈ മർഹൂമയുടെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. മതപരമായും ഇവരുടെ മരുമകൾ എഴുതുന്നു. പ്രത്യേകിച്ച് അവസാന കാലത്ത് അവർ വളരെയധികം വായിച്ചു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും വായിച്ചു. എന്നല്ല 3 പ്രാവശ്യം വായിച്ചു. മൽഫൂസാത്ത് വായിച്ചു. തഫ്സീറെ കബീർ പൂർത്തിയാക്കി. ഖുത്ബകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരായിരുന്നു. അള്ളാഹു മർഹൂമയോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഇവരുടെ കുട്ടികളുടെയും സംരക്ഷണയും സഹായമായി തീരട്ടെ. ഇവരുടെ ഒരു പേരക്കുട്ടി ജാമിയ അഹമ്മദിയ റബുവിൽ പഠിക്കുന്നു. ഒരു മകളുടെ മകൻ ജാമിയ അഹമ്മദിയ കാനഡയിലും പഠിക്കുന്നു. അള്ളാഹു ഈ കുട്ടികളെയും ശരിയായ രീതിയിൽ ജമാഅത്തിന്റെ സേവകരാക്കി തീർക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله